ഒരു BLDC സീലിംഗ് ഫാനിൻ്റെ കൺവേർഷൻ കിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാങ്ങി തന്നതാണ്. അതിനകത്ത് ഒരു കപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ബോർഡൊക്കെ വരുമ്പോൾ അത് കവർ ചെയ്യാനായിട്ട് സൈസായിട്ടുള്ളൊരു കപ്പാണ് വരുന്നത്. പിന്നെ അതുപോലെ ബോർഡ് ഉറപ്പിക്കാനായിട്ടൊരു പ്ലേറ്റ് വരുന്നുണ്ട്. ഫാനിൻ്റെ ഷാഫ്റ്റ് ഇതുവഴിക്ക് എടുത്തിട്ടാണ് ബോർഡ് ഉറപ്പിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് വരുന്നുണ്ട്. ഇത് RF റിമോട്ടാണ്, IR അല്ല, RF റിമോട്ടാണ്. IR റിമോട്ടാണെങ്കിൽ നമുക്കിതിലൊരു സെൻസർ വരും. അത് പോയിട്ട് നമുക്ക് IR റിമോട്ടും RF റിമോട്ടും തമ്മിലുള്ള വ്യത്യാസം വന്നിട്ട് ഇത് ഏത് പൊസിഷനിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. IR സെൻസറാണെങ്കിൽ കറക്റ്റ് പോയിൻ്റ് ചെയ്തിട്ട്, ആ സെൻസറും ഫാനുമായിട്ട് കറക്റ്റ് പോയിൻ്റ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഏത് പൊസിഷനിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ IR സെൻസർ വരുന്നതാണെങ്കിൽ നമുക്ക് റെഡ്മി പോലുള്ള IR റിമോട്ട് വരുന്ന ഫോണുകൾ ഉപയോഗിച്ചിട്ട് ആ ഫാന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ RF റിമോട്ട് വരുന്ന ടൈപ്പ് ഫാനിൽ നമുക്ക് IR സെൻസർ വരുന്ന ഫോൺ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് ബോർഡ്. ഈ ബോർഡിൽ നമുക്ക് 12 വോൾട്ട് DC കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് 12 വോൾട്ട് DC കണക്ട് ചെയ്യാനുള്ള. ഇത് AC 230 AC കണക്ട് ചെയ്യാനുള്ളതാണ് 220. ഇതിൽ 12 വോൾട്ട് DC ഡയറക്റ്റ്, ഒന്നുകിൽ ബാറ്ററിയോ, ഇതൊരു സോളാർ പാനലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് അതിൻ്റെ റേഞ്ച് എന്ന് എനിക്കറിയില്ല. അപ്പോൾ 12 വോൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. പാനലിൻ്റെ പടം കാണിച്ചിട്ടുള്ളതുകൊണ്ട് പാനൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളതാണ് പ്രതീക്ഷ. പിന്നെ ഇത് 220 വോൾട്ട് AC സപ്ലൈ കണക്ട് ചെയ്യാനുള്ള വയറാണ്. അപ്പോൾ ഇതിൽ IR റിമോട്ടിനുള്ള ആൻറ്റിനയാണ് ഈ കാണുന്നത്. ബോർഡും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് ഇലക്ട്രോണിക്സിൽ വലിയ ഐഡിയ ഇല്ല. പിന്നെ ഈ ഭാഗത്താണ് ഈ ഫാനിൻ്റെ കോയിലിൽ നിന്ന് വരുന്ന കണക്ഷൻ കണക്ട് ചെയ്യേണ്ടത്. കണക്ഷനായിട്ട് വരുന്നതിൽ അത്രയേ ഉള്ളൂ. സപ്ലൈ കണക്ട് ചെയ്യണം, കോയിലിലോട്ട് പോകുന്ന വയർ കണക്ട് ചെയ്യണം, അത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് ഈ ബോർഡ് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത്, ഈ കപ്പിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്തിട്ട് ഷാഫ്റ്റ് ഈ ഹോൾ വഴിക്ക് മുകളിലേക്ക് വരും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു മാഗ്നറ്റും അതിൻ്റെ കോയിലുമാണ് വരുന്നത്. മാഗ്നറ്റ് ഇത്തിരി സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റാണ്. ഇതിനകത്ത് വരുന്നത് 8 പീസ് മാഗ്നറ്റാണ് വരുന്നത്. ഹാഫ് റൗണ്ട് പോലുള്ള ഷേപ്പിലുള്ള ഒരു 8 പീസ് മാഗ്നറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റിങ്ങും കിട്ടുന്നുണ്ട്. നമുക്കിതിൽ ഔട്ട് സൈഡിൽ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അത് കൺവേർഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് കാണിക്കുന്നില്ല. അത് കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കതിന് കറക്റ്റായിട്ട് ഈ റോട്ടറിന് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ ആണിത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ കോയിലിൽ ഈ പിന്ന് വരുന്നുണ്ട്. ഈ പിന്നാണ് ബോർഡിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോയിൽ വന്നിട്ട് അലുമിനിയം വൈൻഡിങ് ആണ്. നല്ല ഗേജുള്ള കമ്പിയാണ്. ഏകദേശം ഒരു 25 SWG എങ്കിലും വരുമെന്ന് തോന്നുന്നു സൈസ് കണ്ടിട്ട്. ഡബിൾ കമ്പിയിട്ടാണ് ചുറ്റിയിരിക്കുന്നത്. ടേൺസും വളരെ കുറവായിരിക്കും. ഒരു കോയിലിൽ ഏകദേശം ഒരു 20 ടേൺസ് മാക്സിമം, അല്ലെങ്കിൽ ഒരു 25 ടേൺസ്. അതിൽ കൂടുതൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും അറിയില്ല കൃത്യമായിട്ട്. ഇത് വരുന്ന അലുമിനിയം വൈൻഡിങ് ആണ്. ഇപ്പോൾ കോപ്പർ വൈൻഡിങ് ഉള്ള കൺവേർഷൻ കിറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് അലുമിനിയം ആണ്, ഉറപ്പാണ്. അപ്പോൾ ഞാനിത് ഒരു കൺവേർഷൻ ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് പൊളിച്ചിട്ട് കോപ്പറായിട്ട് വൈൻഡ് ചെയ്തെടുക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടേൺസും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇതിനകത്തൊരു പോരായ്മ എനിക്ക് തോന്നിയത്, നമുക്ക് ഈ ബെയറിങ്ങിൻ്റെ സൈസ്, ബെയറിങ് ഇവിടെ വരുമ്പോൾ സ്റ്റോപ്പ് ആവാനായിട്ട് വളരെ ഈ ഭാഗത്ത് വണ്ണം കുറവാണ്. നമുക്ക് ആ സ്റ്റെപ്പിനൊരു സ്ട്രെങ്ത് ഇല്ല. കുറേ ദിവസം ഓടുമ്പോൾ, നമ്മൾ സാധാരണ ഫാനിലാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ദിവസം ഓടുമ്പോൾ ഈ ഭാഗം തേഞ്ഞിട്ട് ബെയറിങ് കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങിപ്പോവും. പക്ഷേ ഇതിൽ ഈ മാഗ്നറ്റിൻ്റെ പിടുത്തം വരുന്നതുകൊണ്ട് അങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കുറച്ചും കൂടെ വലിയൊരു സ്റ്റെപ്പ് വേണമായിരുന്നു. അതൊരു പോരായ്മയാണ്. പിന്നെ ബാക്കി വേറെ പറയത്തക്കായിട്ടൊന്നുമില്ല. എൻ്റെ കോറിൻ്റെ കനമൊക്കെ വളരെ കുറവാണ്. ഇത് BLDCയിൽ ഇത്ര തന്നെ വരുമെന്നുള്ളതാണ് എൻ്റെ കണക്ക് കൂട്ടൽ. എനിക്കറിയില്ല, എങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം വന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 1600 രൂപയാണ് എനിക്കിവിടെ കയ്യിൽ കിട്ടിയപ്പോൾ ചിലവായത്. വാങ്ങി തന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് വാങ്ങിയെന്ന് അറിയില്ല. അവനൊരു ഫാൻ ഇങ്ങനെ കോർ വാങ്ങി ഒരു കിറ്റ് വാങ്ങി കൺവേർഷൻ ചെയ്തത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കും കൂടെ വാങ്ങിത്തരാൻ പറഞ്ഞു. അങ്ങനെ വാങ്ങി തന്നതാണ്. അപ്പോൾ ഓൺലൈനിലൊക്കെ ഇതിൻ്റെ
കിറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ആമസോണിലെ സൈറ്റിലൊക്കെ ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ ഇത് കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും കൺവേർഷൻ ചെയ്യുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.